ജലദോഷം, പനി, കഫം കെട്ടുള്ള സമയത്ത് വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ പാടുമോ? ഓൾറെഡി ഇത്തരം അസുഖങ്ങളുള്ളവർ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. ഇത് ശരീരത്തിനെ ദോഷകരമായി ബാധിക്കുന്നുണ്ടോ? എന്താണ് സയൻസ് ഇതിനെക്കുറിച്ച് പറയുന്നത്? നമുക്ക് നോക്കിയാലോ. ജലദോഷം, പനി, കഫം കെട്ടുള്ള സമയത്ത് നത്തിങ് വിൽ ഹാപ്പൻ ബ്രോ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇത് ശരീരത്തിന് ഗുണത്തെക്കാളേറെ ദോഷമാണ് സംഭവിക്കുന്നത്. ഈ ഒരു സമയത്ത് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം ക്രഷ് ആവും. ഇത്തരത്തിലുള്ള അസുഖങ്ങളുള്ള സമയത്ത് ശരീരത്തിൻ്റെ എനർജി ഉപയോഗിക്കുന്നത് ഈ അസുഖത്തെ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ശരീരം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതായത് ഒരാഴ്ച കൊണ്ട് മാറേണ്ട ഇത്തരം അസുഖങ്ങളൊക്കെ 10-14 ദിവസം പിടിക്കും മാറാനായിട്ട്. ഈ ഒരു സമയത്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ മസിൽ ബ്രേക്ക് ഡൗൺ ആവും, ബോഡി തളരും, അത് ഹാർട്ടിന് വല്ലാത്തൊരു സ്ട്രെസ് ഉണ്ടാക്കും. അത് ശരീരത്തിൻ്റെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ അസുഖങ്ങളുള്ള പനി, കഫം കെട്ട്, ജലദോഷമൊക്കെ ഉള്ള സമയത്ത് നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ മസിൽ ഗെയിൻ അല്ല ഉണ്ടാവുന്നത്, മസിൽ ഇഞ്ചുറിയാണ് ഉണ്ടാവുന്നത്. ഈ ഒരു സമയത്ത് പ്രോപ്പർ റെസ്റ്റ് എടുത്ത് അസുഖങ്ങൾ മാറിയെന്ന് ഉറപ്പ് വരുത്തി വീട്ടിൽ തന്നെ ലഘു വ്യായാമങ്ങൾ ചെയ്ത് ബോഡി ഫിറ്റാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക.